കായംകുളം പുനലൂർ റോഡിൽ സാഹസിക യാത്ര നടത്തിയ യുവാക്കൾക്കെതിരെ മാതൃകാ നടപടി. മാവേലിക്കര ജോയിന്റ് RTOയാണ് 5 യുവാക്കൾക്കും സാമൂഹിക സേവനം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലും പത്തനാപുരം ഗാന്ധി ഭവനിലും സന്നദ്ധ സേവനം നടത്തണമെന്നാണ് നടപടി. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, വളരെയധികം സന്തോഷം തരുന്നൊരു ശിക്ഷാ നടപടി തന്നെയാണ് RTOയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത്തരം കൗതുകകരമായ നടപടികളിലൂടെ തന്നെ ഇത്തരക്കാരെ നേരിടണം എന്ന് തന്നെയാണോ RTO മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം? തീർച്ചയായും വളരെ വിചിത്രമായ ഒരു ശിക്ഷാ നടപടിയാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്, ഈ യുവാക്കൾക്ക് നൽകിയിരിക്കുന്നത്. കായംകുളം മാവേലിക്കര ജോയിന്റ് RTOയുടെ ഒരു നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കായംകുളം പുനലൂർ റോഡിൽ ഈ യുവാക്കൾ സാഹസിക യാത്ര നടത്തിയത്. എന്തായാലും ഈ സാഹസിക യാത്ര നടത്തിയത് ഒരു കാറിലല്ല, ഒരു കാറിന്റെ ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തു വന്നത്. ഒരു ഇന്നോവ കാറിൽ ഇതിന്റെ 4 സൈഡിലും ഡോറിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്നു, ഒപ്പം തന്നെ മൊബൈൽ ഫോൺ നോക്കുന്നു. ഇത്തരത്തിൽ അപകടകരമായ യാത്ര KP റോഡിലൂടെ നടത്തിയതിനായിരുന്നു ഈ യുവാക്കൾക്ക് RTO മാവേലിക്കര ജോയിന്റ് RTO ശിക്ഷ വിധിച്ചത്. എന്തായാലും ഇവരുടെ സാഹസിക യാത്ര 3 വാഹനങ്ങളിലായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. കാരണം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണം, CCTV ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 3 വാഹനങ്ങളിൽ ഇത്തരം യുവാക്കൾ സാഹസിക യാത്ര നടത്തിയത് കണ്ടത്. ഇതിൽ ഇന്നോവ കാറിൽ യാത്ര ചെയ്ത യുവാക്കൾക്കും ഒപ്പം തന്നെ കാർ ഓടിച്ചിരുന്ന ഡ്രൈവർക്കും ഒക്കെ എതിരെയാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ നടപടി സാമൂഹ്യ സേവനം ചെയ്യുക എന്നതാണ്, സന്നദ്ധ സേവനം ചെയ്യുക എന്നതാണ്. അതിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 4 ദിവസം സന്നദ്ധ സേവനം ചെയ്യണം, കാഷ്വാലിറ്റിയിലും ഓർത്തോ വിഭാഗത്തിലുമായി. തുടർന്ന് പത്തനാപുരത്തെ ഗാന്ധി ഭവനിൽ 3 ദിവസത്തെ സേവനം ചെയ്യണം എന്നുമാണ് ഒരു ശിക്ഷാ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. ശിക്ഷ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. നാളെ മുതൽ ഈ സന്നദ്ധ സേവനങ്ങളിൽ യുവാക്കൾ ഏർപ്പെടണം. ഇതിൽ ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഡ്രൈവറായ അൽഗാലിബ് ബിൻ നസീർ, അഫ്താർ അലി, ബിലാൽ നസീർ, മുഹമ്മദ് സജാസ് എന്നിവർക്കാണ് ശിക്ഷ. ഇതിൽ ഗാലിബായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. ഗാലിബിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടികൾ ഉൾപ്പെടെയായി മുന്നോട്ട് പോകുമെന്നും ജോയിന്റ് RTO അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്നോവ കാറിൽ ഡോറിലിരുന്ന് തല പുറത്തേക്കിട്ട് അപകടകരമായ രീതിയിൽ ഇവർ യാത്ര നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാറിന്റെ ഒപ്പം തന്നെ 3 വാഹനങ്ങൾ, അപകടകരമായ യാത്ര നടത്തിയത് 3 വാഹനങ്ങളിലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് കാറുകളിലെ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങളും ഈ ജോയിന്റ് RTOയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അവരും ഈ ഡോറിലിരുന്ന് തല പുറത്തേക്കിട്ട് തന്നെയായിരുന്നു യാത്ര. മാത്രമല്ല, ഈ യാത്ര യുവാക്കൾ നടത്തിയപ്പോൾ ചോദ്യം ചെയ്ത ഒരു കുടുംബത്തെ യുവാക്കൾ കൂട്ടമായി ആക്രമിച്ചെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ നൂർനാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് കായംകുളം നൂർനാട് സ്വദേശികളായ യുവാക്കൾക്കെതിരെയാണ്. മറ്റ് 2 കാറിലുണ്ടായിരുന്നത് കൊല്ലം ചക്കുവള്ളി സ്വദേശികളാണ്. ഇവരോട് നാളെ ഹാജരാവാനും ജോയിന്റ് RTO ആവശ്യപ്പെട്ടിട്ടുണ്ട്. കായംകുളം പുനലൂർ റോഡിലായിരുന്നു ഈ യുവാക്കളുടെ സാഹസിക യാത്ര. കായംകുളം പുനലൂർ റോഡിൽ സാഹസിക യാത്ര നടത്തിയ യുവാക്കൾക്കെതിരെ മാതൃകാ നടപടി ഉണ്ടായിരിക്കുകയാണ്. മാവേലിക്കര ജോയിന്റ് RTOയാണ് 5 യുവാക്കൾക്കും സാമൂഹിക സേവനം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലും പത്തനാപുരം ഗാന്ധി ഭവനിലും സന്നദ്ധ സേവനം നടത്തണമെന്നാണ് നടപടി. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.